കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ CPM BJP ഡീൽ ഉണ്ടായിരുന്നുവെന്ന ഗുരുതര ആരോപണവുമായി UDF സ്ഥാനാർത്ഥി CH റഷീദ് CCTV ഒരുക്കിയ ജനവിധി 2026 പ്രത്യേക സ്ഥാനാർത്ഥി ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു CH റഷീദ്. BJP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെ സ്വതന്ത്രന് പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 25,000-ലധികം വോട്ടുകൾ നേടാനായ BJP വ്യാപകമായി വോട്ടുകൾ LDFന് മറിച്ച് നൽകുകയായിരുന്നുവെന്നും UDF സ്ഥാനാർത്ഥി ആരോപിച്ചു. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം CCTVയിൽ പിന്നീട് സംപ്രേഷണം ചെയ്യും. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായിരുന്ന മുസ്ലിം ലീഗ് നേതാവ് KNA ഖാദർ ചൊവ്വാഴ്ച പുറത്തിറങ്ങിയ വ്യാകരണമില്ലാത്ത ജീവിതം എന്ന ആത്മകഥയിലെ ഗുരുവായൂരിലെ ഒക്കച്ചങ്ങാതിമാർ എന്ന അധ്യായത്തിൽ സമാന ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ബിജെപിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ലല്ലോ. പത്രിക തള്ളി പോകുക എന്നുള്ളത് BJPക്ക് പിന്തുണയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടായാൽ BJPയുടെ വോട്ട് അവിടെ വരണ്ടേ? എന്തുകൊണ്ട് BJPയുടെ വോട്ട് അവിടെ ഉണ്ടായില്ല? വോട്ട് ഏകപക്ഷീയമായി പോയല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഡീലിന്റെ ഭാഗമാണെന്നാണ് ഞങ്ങൾ ഇപ്പൊ നിലവിലുള്ള MLAക്ക് ഏറ്റവും വലിയ വോട്ട് കിട്ടി ആ തെരഞ്ഞെടുപ്പിൽ. ലീഡല്ല, ടോട്ടൽ വോട്ട് നിങ്ങൾ നോക്കൂ. വോട്ടിന്റെ എണ്ണം എത്ര വർദ്ധിച്ചു എന്നുള്ളതാണ്. KV അബ്ദുൽ ഖാദറിനേക്കാൾ എത്ര വോട്ട് ഈ NK അക്ബറിന് കിട്ടിയെന്നാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. ആ വോട്ട് സ്വാഭാവികമായി BJP സമ്പൂർണ്ണമായിട്ട് LDFിലേക്ക് ആ വോട്ട് പോയി എന്നാണ് UDFന്റെ ആരോപണം.